ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. കേരള PSC PYQ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ എപ്പിസോഡ് 13 നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്? ആൻസർ ഓപ്ഷൻ എ, ചിന്നാർ വന്യജീവി സങ്കേതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മനു ബാക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വാണിജ്യ ബാങ്കുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ എ, 1-ാം സ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അരവിന്ദ് പനഗാരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 312. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ആൻസർ ഓപ്ഷൻ എ, 7-ാമത്തെ പട്ടികയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പത്മ രാമചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ 309-ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരള ഗവൺമെന്റ്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. താങ്ക്